ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും തേങ്ങാപ്പാലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അരിപ്പൊടിയും മുട്ടയും വെച്ചിട്ടുണ്ടാക്കുമല്ലോ, ആ ഒരു മസാല ദോശയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. തേങ്ങ ചിരകി തേങ്ങാപ്പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ മദ്രസ അല്ല, വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി നേരം വൈകിട്ടാണ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഒന്ന് ഓണായി വരാൻ കുറച്ച് നേരം പിടിക്കും. നേരത്തെ എണീറ്റ് നമ്മളൊരു കാര്യങ്ങളൊക്കെ ചെയ്യണതിൻ്റെ ആ ഒരു ഉന്മേഷവും ഇതൊക്കെ വേറെ തന്നെയാണ് കേട്ടോ. എന്നും ഒരേ സമയത്താണ് എണീക്കാറ്. പക്ഷേ മദ്രസ അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ഇത്തിരി നേരം കഴിഞ്ഞിട്ടേ അടുക്കളയ്ക്ക് നമ്മൾ എത്താറുള്ളൂ കേട്ടോ. അപ്പോൾ ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കുടിക്കട്ടെ. കുറച്ച് നേരം പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാവും. മഞ്ഞ അങ്ങോട്ട് മാറിയാൽ പിന്നെ നല്ല വെയിലാണ്. പിന്നെ ഈ ബാക്കിലോട്ടൊന്നും ഇറങ്ങാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ തലേ ദിവസമാണെന്നുണ്ടെങ്കിൽ പാതു മദ്രസയിലൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവന്ന പാൻറ്റ് നല്ലപോലെ ചെളിയാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വാഷിംഗ് മെഷീനിലൊന്നും കഴുകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തിയാവില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് ബ്രഷ് ഇട്ട് ഉരക്കണം, കല്ലിൽ വെച്ചിട്ട് ഉരക്കാലോ വിചാരിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ സോപ്പും പൊടി വെള്ളത്തിൽ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് പാതുട്ടി പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് സ്കൂളിലോട്ട് ചോറ് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പേരി, ചോറ്, കറിയൊക്കെ പ്രത്യേകം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സോയ റൈസാണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് സോയ ആദ്യം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ട് കായം പരട്ടിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ 2 ഏലക്കായ, 2-3 ഗ്രാമ്പു, ഇത്തിരി നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അരിഞ്ഞ് വെച്ചിട്ട് 2 ചെറിയ സബോളയായിരുന്നു, അതും ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരി ചോറേ നമ്മൾ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളെ വേണ്ടു. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇട്ട് കൊടുത്തു. 2 ചെറിയ തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഒരു ഇത്തിരി അറബിക് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വേണമെന്നില്ല, പക്ഷെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു കഷ്ണം മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇടണം, അപ്പോഴാണ് ഒരു ടേസ്റ്റ്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. അതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സോയ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുക്കറിൽ എങ്ങനെയാണോ ബിരിയാണി വെക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. എത്രയാണോ അരി ഉള്ളത് അതിൻ്റെ 1.5 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനത്തെ ഒരു കണക്കിലാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് അരി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ബിരിയാണി വെക്കാൻ മേടിച്ച ബാക്കിയുള്ള കുറച്ച് അരിയാണ് കേട്ടോ. ആ അരി വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരൊറ്റ വിസിൽ മതി. ഒരൊറ്റ വിസിലിൽ നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി ചൂടാറിക്കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നല്ല കറക്റ്റായിട്ട് ചോറ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അടി പിടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. സോയൊക്കെ നല്ല കറക്റ്റായിട്ട് മുകളിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ ദോശ ഒന്നും ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ചോറ് തന്നെയാണ് കഴിച്ചത്. അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഒരു കഷ്ണം മാഗി ക്യൂബും പിന്നെ സോയ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ കുറച്ച് കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ടയും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ പോകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് തീ ഓഫ് ചെയ്ത കാരണം നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് മുട്ട എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇതായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.